ഡോക്ടർ എ കെ വാസു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ ചിന്തകൻ അദ്ദേഹം ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതായത് സിലബസിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാനത് വായിക്കാം. സാഹിത്യ കർത്തൃത്വം എന്നാൽ പഴയ ക്ഷേത്രപ്രവേശനാധികാരമുള്ളവരുടെ സ്വകാര്യ ഇടം മാത്രമായിരുന്നു. സിലബസുമാണ് സാഹിത്യ പെരുമാക്കളുടെ അധിക മഹത്വത്തിൻ്റെ അടിസ്ഥാനം. അവർ ഒപ്പം ചേർത്ത ജാതി വാലുകളിലാണ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കുക. ചെറുശ്ശേരി ബ്രാക്കറ്റിൽ നമ്പൂതിരി, തുഞ്ചത്ത് രാമാനുജൻ ബ്രാക്കറ്റിൽ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം നമ്പൂതിരി, ഉണ്ണായി വാര്യർ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ചന്തു മേനോൻ, സി വി രാമൻ പിള്ള, എ ആർ രാജരാജ വർമ്മ, തകഴി ശിവശങ്കര പിള്ള, ചങ്ങമ്പുഴ കൃഷ്ണ പിള്ള, ഇടപ്പള്ളി രാഘവൻ പിള്ള, ജി ശങ്കര പിള്ള, കാവാലം നാരായണ പണിക്കർ, ഒ എൻ വി കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ്, എൻ വി കൃഷ്ണ വാര്യർ, വൈലോപ്പള്ളി ശ്രീധര മേനോൻ, വിഷ്ണുനാരായണ നമ്പൂതിരി, ബാലാമണി അമ്മ, ലളിതാംബിക അന്തർജനം, അയ്യപ്പ പണിക്കർ, എം ടി വാസുദേവൻ നായർ, വയലാർ രാമവർമ്മ എന്നിങ്ങനെ നമ്മുടെ സിലബസുകൾക്കകത്ത് വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന സവർണ നാമങ്ങളെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ മഹാന്മാരായിട്ടുള്ള ആളുകളെ ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് അവർക്കൊപ്പം അക്കാലത്ത് സാഹിത്യത്തിലേക്കോ കവിതയിലേക്കോ പാട്ടിലേക്കോ വരാൻ പറ്റാതിരുന്ന ആളുകൾ നിശ്ചയമായിട്ടും പാഠ്യഭാഗങ്ങളിൽ വന്നില്ല നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ വന്നാൽ വേടൻ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിശ്ചയമായിട്ടും വരണം. വേറൊരു കാര്യം കൂടിയുണ്ട് സതീഷ്. ഈ പറഞ്ഞ സാഹിത്യകാരന്മാരുടെയൊക്കെ കൃതികളിൽ ഇവർക്കൊക്കെ സ്ഥാനമുണ്ടായിരുന്നോ? അതാണ് കൃതികളിൽ ഒരു വലിയ ഈ പറയുന്ന സവർണരല്ലാത്തവർക്ക് ഈ കൃതികളിൽ എത്ര പേർ അതാണ് അല്ല നമ്മൾ അവരെ വ്യക്തിപരമായിട്ടോ അവരുടെ സംഭാവനകളെ ആ തരത്തിൽ അധിക്ഷേപിക്കുകയോ അല്ല, പക്ഷേ വിമർശാത്മകമായിട്ട് അത് കാണുകയും നമ്മുടെ പാഠഭാഗങ്ങളിലേക്കും സാമൂഹ്യ വിചാരങ്ങളിലേക്കും കടന്നു വരാത്ത മനുഷ്യനകത്ത് കടന്നു വരണം. അതുകൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ടത്, എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് ഇരുമ്പ് കടിച്ച് അവരുടെ പല്ല് കളയരുത് എന്നാണ്. വേടനോട് കളിക്കുമ്പോൾ അവർ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം,